ഹേയ്, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തൊരു വ്യക്തി നിങ്ങൾ ലൈഫിൽ വേണം, തിരിച്ചു വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കും അല്ലെ. അവരെ എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല 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 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് നിങ്ങൾ കേട്ടു നോക്കുക. എനിക്കറിയാം ഇത് കേൾക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഇംപോസിബിൾ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. ബട്ട് ഗൈസ്, ഐ ഹാവ് ടു ടെൽ ദിസ് ഇസ് സോ പവർഫുൾ. എന്താണത്? ലെറ്റ് ദം ഗോ. Let them go. Detachment. അത് വിട്ടേക്കുക, അവരെ ആ ഒരു സമയത്തേക്ക് വിട്ടേക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ ലൈഫിൽ അത് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, നമുക്ക് എത്ര ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നതെങ്കിൽ, ലെറ്റ് ദം ഗോ. അവരുടെ ഒരു ആൻസറിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ പിറകെ അവര് പോകുന്ന സമയത്ത് അതിന്റെ പിറകെ പോയി ഓടിച്ച് പിടിക്കേണ്ട കാര്യം നമുക്കില്ല. ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളതാണ്. ആൻഡ് പല രീതിയിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുക. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കില്ല. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം, സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് നമുക്ക് വിട്ട് കളയാൻ സാധിക്കില്ല അല്ലെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് അത്ര ഒരു ഇഷ്ടം സംഭവിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട് അല്ലെ. അവരുടെ അടുത്ത് സംസാരിക്കുക, അവരുടെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. സോ നമ്മുടെ ശരീരവും മനസ്സും ബ്രെയിനും എല്ലാം ഒരേ രീതിയിൽ ശീലമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ പെട്ടെന്ന് മാറ്റുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്താൽ, പല കാര്യത്തിനും എവിടേക്കാണോ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നത്, അവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ പതുക്കെ 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 കുറച്ച് നിങ്ങൾ അതിന് ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും അതിനു വേണ്ടി ചെയ്യാത്ത സമയത്താണ് ആ ഒരു പ്രോസസ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന് ഫ്ലോ ചെയ്യാൻ സാധിക്കുക. ആ ഒരു സമയത്താണ് എനർജറ്റിക്കലി ചേഞ്ചസ് സംഭവിക്കുന്നത്. ആ ഒരു സ്പേസ് വരുന്ന സമയത്ത്, ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത്, അവിടെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അകലം വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ് വിട്ടുപോവോ ഇല്ല, നമുക്ക് വരേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ വരും. ഇവിടെ മിക്ക ആളുകളുടെ ഒരു പേടി എന്ന് പറയുന്നത്, നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ഇനി സംഭവിക്കില്ലേ, അത് എന്നേക്കുമായിട്ട് അകന്നു പോവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ ഇതുപോലെ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ്ലി അതൊന്ന് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത്, അത് ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരും. ആൻഡ് ഇറ്റ്സ് അപ് ടു യു. ആ ഒരു സമയത്ത് നിങ്ങൾക്കും കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, ഇത് എന്താണ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത്. ആ ഒരു സമയത്ത് വീണ്ടും റീകണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടായിരിക്കും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ആ റിലേഷൻഷിപ്പിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു സമയത്ത് ലെറ്റ് ഗോ ചെയ്യേണ്ട റിലേഷൻഷിപ്പാണ്, വിട്ടുകളയേണ്ട റിലേഷൻഷിപ്പാണ്, സ്പേസ് കൊടുക്കേണ്ട റിലേഷൻഷിപ്പാണ്. ഹാവ് ദ കറേജ്, ഫോക്കസ് ഓൺ യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ സെൽഫ്, ആൻഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് manifestation ever to attract something or someone back into your life.